വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കിപ്പം ഇപ്പോൾ അതുൽ പിള്ളെ ഉണ്ട്. അതുൽ പിള്ളെ നേവിയുടെ PRO ആണ്, ഡിഫൻസ് PRO ആണ്. സ്വാഗതം ശ്രീ അതുൽ. എന്നെ കേൾക്കാമെങ്കിൽ നാവികസേനയുടെ തിരച്ചിൽ ഇപ്പോൾ ഏത് വിധത്തിലാണ് അർജുന് വേണ്ടി പുരോഗമിക്കുന്നത്? ഹായ്, ഗുഡ് ഈവനിങ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ കുറെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഞാൻ ഒന്ന് പറയാമായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ നേവി ഈ ഓപ്പറേഷനിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടക നേവൽ ഏരിയ കാർവാർ ബേസ്ഡ് നേവൽ ബേസ് ഇന്ന് ലീഡ് ചെയ്യുന്നത്. അവർ ഈ ഓപ്പറേഷൻ ഇന്ന് ലീഡ് ചെയ്തിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇന്നിപ്പോൾ 23rd നമുക്ക് ഫസ്റ്റ് റിപ്പോർട്ട് കർണാടക നേവൽ ഏരിയയിൽ റിക്വസ്റ്റ് വന്നത് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ 16 ജൂലൈക്ക് ഒരു HPCL ടാങ്കർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വന്നത് നേവിക്ക്. ഉടനെ നേവിയുടെ ഡൈവിംഗ് ടീം അവിടെ വിടുകയും പിന്നെ ഇപ്പോൾ ടാങ്കർ ഒരു ബിക്കോസ് ഓഫ് സം ബോയൻസി ഓർ എനിത്തിങ് അത് നമുക്കൊരു വിഷ്വലി കാണാമായിരുന്നു ഷിരൂരിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നേവി ടീം അതിനെ ഹുക്ക് ഓൺ ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് അതിനകത്തെ ഗ്യാസിനെ സേഫായിട്ട് ഡ്രെയിൻ ചെയ്യുകയും അതിനെ സേഫ് ആക്കി ഇത് ചെയ്തു. പിന്നെ അത് ജൂലൈ 17 നേവി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജൂലൈ 19 നേവിയോട് വീണ്ടും ഈ അർജുന്റെ ട്രക്കിന്റെ റിലേറ്റഡ് ആയിട്ട് റിക്വസ്റ്റ് വന്നത്. ആ സമയത്ത് എഗെയിൻ നേവി ഇതൊരു സീബഡ് ഏരിയ ആയതുകൊണ്ട് നേവി ഇന്ന് 2 സ്പെഷ്യലൈസ്ഡ് ടീംസ് ഉണ്ട്. ഒന്ന് ഈ സൊനാർ ഓപ്പറേഷൻ ചെയ്യുന്നതും ഒന്ന് ഡൈവേഴ്സിന്റെ ഒരു സെറ്റിനെ ആ ഏരിയയിലോട്ട് വിട്ടു. അപ്പൊ ഈ സൊനാർ എന്ന് വെച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് പ്രൈമറിലി നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ വാട്ടർ ഹസാർഡ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഫോർ നാവിഗേഷൻ പർപ്പസ്, സെർച്ച് ചെയ്യാനും പിന്നെ സീ ഫ്ലോറിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയായി സൊനാർ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ സൊനാർ നമ്മൾ വാട്ടറിനകത്ത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇമേജ് തരുന്ന ഒരു ഗ്രാഫിക്കൽ ഡേറ്റ നമുക്ക് തരുന്നത്. ഇറ്റ്സ് നോട്ട് എ വിഷ്വൽ 3D ഇമേജ് അല്ല നമുക്ക് കിട്ടുന്നത്. ആസ് ഓൺ വാട്ടറിനകത്ത് എന്തുവാന്ന് ഒരു ഗ്രാഫിക്കൽ ഇമേജ്. ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് along with the GPS പൊസിഷൻ നമ്മൾ ആ ഡൈവേഴ്സിനെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഡൈവേഴ്സ് അവിടെ ഡൈവ് ചെയ്യും. നൗ ഇവിടെ പ്രാക്ടിക്കൽ ഓൺ ഗ്രൗണ്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ വിസിബിലിറ്റി, വാട്ടറിനകത്ത് വിസിബിലിറ്റി കുറവ്, പ്ലസ് ഈ മഴ കാരണം കൊണ്ട് ഈ മലയിൽ നിന്നുള്ള ഒഴുകി വന്ന റെഡ് സാൻഡ് കാരണം കൊണ്ട് നിങ്ങൾക്ക് കാണാം ആ വെള്ളം മൊത്തം റെഡിഷ് കളർ. അപ്പോൾ ഡൈവേഴ്സിന് വിസിബിലിറ്റി തീരെ ഇല്ല. രണ്ടാമത്തെ ഹർഡിൽ ഓർ ചാലഞ്ച് ഡൈവേഴ്സിന് വരുന്നത് വെച്ചാൽ കറണ്ട്. അവിടുത്തെ ഒരു സർഫേസ് കറണ്ട് വന്നിട്ട് ഈ ഡൈവേഴ്സ് ആ ഏരിയയിൽ അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർ പറയുന്നത് ഒരു 7 to 8 knots സ്പീഡ് കിട്ടുന്നുണ്ട് സർഫേസ് വാട്ടറിൽ. ഈ സ്പീഡ് വെള്ളത്തടിയിലോട്ട് കൂടുക കറണ്ട്, അല്ല കുറയുമല്ല. സോ ഡൈവേഴ്സ് ഇപ്പോൾ ഒരു വെർട്ടിക്കലി 90 degrees താഴെ ഒന്നും പോകാൻ പറ്റില്ല. ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ 90 degree പോകത്തില്ല. ഹി വിൽ ബി ലാൻഡിങ് അറൌണ്ട് കമാൻഡർ അതുൽ, അതായത് അടിയൊഴുക്ക് കൂടുതലാണ്, അതുകൊണ്ട് താഴേക്ക് ഡൈവ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. അവരെ തള്ളിക്കൊണ്ട് പോവുകയാണ് പുഴയുടെ ഒഴുക്ക്, അല്ലേ? എക്സാക്ട്ലി. ഇൻഫാക്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളൊരു സിങ്കർ യൂസ് ചെയ്യും. 100 kg ഒരു വെയിറ്റ് താഴെ ഇട്ടിട്ട് അതിലൊരു ലൈൻ വെച്ചിട്ട് ആ ലൈനിൽ വെച്ചിട്ട് ഡൈവേഴ്സ് പോയിട്ടും ഡൈവേഴ്സിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ സിങ്ക് ഇതായി പോവുക. 100 kg ഉള്ള സിങ്ക് വരെ ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക ആ ലൊക്കേഷൻ. ഓക്കെ, കമാൻഡർ അതുൽ, ഇപ്പോൾ ഈ അപകടം നടന്ന ദിവസം പുഴയിൽ ഇതിനേക്കാൾ ഒഴുക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഒഴുകിപ്പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത ഈ മൺതിട്ടയിൽ ഇപ്പോൾ പറയുന്ന ഈ പിരമിഡ് രൂപത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ ചെളി കൂമ്പാരത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത എങ്ങനെയാണ് നേവി അതിനെ കാണുന്നത്? ഇത് നമ്മൾക്ക് ആർക്കും അറിയാം ഈ വെഹിക്കിൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യും. നമ്മുടെ തൊള്ള ടെക്നോളജി സൊനാർ, വിച്ച് ഇസ് ദ ലേറ്റസ്റ്റ് സൈഡ് സ്കാൻ സൊനാർ നേവിയുടെ, അതാ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഇത് കിട്ടും. എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ ഈ മലയിലുള്ള മരങ്ങള്, ഈ വീടുകൾ, ഈ ഡെബ്രിസ് അല്ലാണ്ട് കൂടെ സീബെഡ് ഫുൾ ചേഞ്ച് ആയി. അപ്പോൾ സീബെഡിൽ നമുക്കൊരു ഗ്രാഫ്, ഒരു ഇൻഡിക്കേഷൻ, ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ട്രക്ക് ആണോ അത് ഇല്ലയോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഡൈവേഴ്സിനെ വിട്ടിട്ട്. അണ്ടർസ്റ്റുഡ്? സോ നമ്മളൊരു ഏരിയ, പിന്നെ ഈ ഒരു ഏരിയ ഈ സെർച്ച് ചെയ്യുന്ന ഈ സൊനാറിനെ ഡിപ്ലോയ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു GPS മാപ്പിംഗ് വെച്ചിട്ട് നമ്മൾ ഓരോ ഏരിയയും തള്ളിക്കളയുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയയിലില്ല, ഈ ഏരിയയിൽ പ്രോബിലിറ്റി ഉണ്ട്, ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഒരു ഫുൾ ഏരിയ സ്കാൻ ചെയ്യുന്നത് ഈ സൈഡ് സ്കാൻ സൊനാർ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ്. കമാൻഡർ അതുൽ, ഇപ്പോൾ നമുക്ക് മുമ്പിൽ മറ്റെന്ത് സാധ്യതകളാണ്? ഇപ്പോൾ ഈ പുഴയുടെ ഒഴുക്ക് ആ വിധത്തിൽ തന്നെയാണ്, വലിയ ഫോഴ്സാണ്, അടിയൊഴുക്ക് വളരെ കൂടുതലാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെയുള്ള ടീം എന്താണ് പറയുന്നത്? നോക്കൂ, അവിടുത്തെ കാലാവസ്ഥ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയില്ല, പുഴയുടെ ഒഴുക്ക് കുറയാനുള്ള സാധ്യതയില്ല, റെഡ് അലേർട്ട് ഉൾപ്പെടെ തുടരുകയാണ് കൊങ്കൺ ഉൾപ്പെടെയുള്ള റീജിയനിൽ. അവിടുത്തെ ടീം ഗ്രൗണ്ടിൽ നിന്ന് നൽകുന്ന വിവരം എന്താണ്? ഹോപ്പ്ഫുള്ളി നമുക്ക് എങ്ങനെയാണ് ഈ തെരച്ചിലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടാതെ വരെ അവിടുത്തെ ഈ രണ്ട് ഏരിയയിലും, വൺ ഈസ് സോണാർ ഓപ്പറേഷനും സെക്കൻഡ് ഡൈവിംഗ് ഓപ്പറേഷന് വേണ്ടിയുള്ള 2 സീനിയർ ഓഫീസേഴ്സ് ഓൺ ഗ്രൗണ്ടിലുണ്ട്. അവർ ഇതിനെ അനലൈസ് ചെയ്ത് രണ്ടുപേരോട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്ലസ് ഇതല്ലാതെ തന്നെ ഞങ്ങൾക്കൊരു ഓപ്പറേഷൻ റൂം സെറ്റപ്പ് ആയിട്ടുണ്ട് കാർവാറിൽ. അവർ ഇത് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, അവർ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട് ഈ ഡേറ്റാസ്. പിന്നെ ഓൺ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണും, അവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് അവർ ഓൺ ഗ്രൗണ്ട് റിയൽ ടൈം ഇമേജും അവർ ട്രൈ ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി. സോ ടിൽ ദ ടൈം ഒരു ലോജിക്കൽ. കമാൻഡർ അതുൽ, നമ്മൾ ആ ദൃശ്യം കാണുന്നുണ്ടായിരുന്നു, നേവിയുടെ ആ ഡിങ്കി ബോട്ടുകളിൽ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് പരിശോധിക്കുന്നത്. എന്താണ് ആ പ്രോസസ്, ഒന്ന് വിശദീകരിക്കാമോ? ഈ സോണാറിന്റെ ഇമേജ് കിട്ടുന്ന ഞാൻ പറഞ്ഞ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ ഒരു ഇമേജ് കിട്ടുന്നത്. നമുക്കൊരു ഒരു പിക്ചർ കിട്ടുന്നില്ല, ആക്ച്വൽ പിക്ചർ കിട്ടുന്ന ഒരു ഗ്രാഫിക്. അതെങ്ങനെയാ വെച്ചാൽ, ഈ സോണാർ ഒരു സൗണ്ട് വേവ്സ് വിട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് വേവ്സ് വന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്റ്റക്ക് ചെയ്തിട്ട് ഒരു ഷാഡോ ജനറേറ്റ് ചെയ്യും അവിടെ. ഇതൊരു ടെക്നിക്കൽ ടേം ആണ് ഈ പറയുന്നത്. ഈ ഷാഡോ ജനറേറ്റ് ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റും, ഓക്കെ, നമുക്ക് എക്സാക്ട്ലി ആ ട്രക്കിന്റെ ഇമേജ് നമുക്ക് കിട്ടത്തില്ല, പക്ഷെ നമുക്കൊരു അതുപോലൊരു സ്ക്വയർ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോയി നോക്കും ഇത് ട്രക്കാണോ അറിയില്ല. സോ ആസ് ഓഫ് നൗ ഡൈവേഴ്സിന് അകത്ത് പോയി ഇപ്പോൾ 2-3 ലൊക്കേഷൻ ഇപ്പോൾ അവർക്ക് കിട്ടിയെങ്കിൽ തന്നെ ഡൈവേഴ്സിന് അവിടെ പോയി ഫുൾ ലെങ്ത് ഡൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ, ബിക്കോസ് ഓഫ് ദി കറണ്ട്. ഇന്നിപ്പോൾ കറണ്ട് വീണ്ടും കൂടി, ഇന്നങ്ങാണ്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും കറണ്ട് കൂടിയുണ്ട്. അപ്പൊ ഈ സൊണാറിന് കിട്ടുന്ന ഡേറ്റയും ഈ ഡൈവർ പോയി അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺക്ലൂസീവ് കിട്ടത്തുള്ളൂ ഇവിടെ ഉണ്ടോ അത് ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ആ നേവിക്ക് ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും നൽകാനുണ്ടോ നിലവിലെ തെരച്ചിലിന്റെ ഭാഗമായി നേവിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി? നേവിക്ക് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ റിക്വസ്റ്റ് വന്നപ്പം നമ്മളോട് ടാസ്ക് തന്നേക്കോ. ആസ് യൂഷ്വൽ ഡിഫൻസ് ഫോഴ്സസിൽ വി വിൽ ഡു ദ ടാസ്ക് ടിൽ ദ ടൈം വി ഗെറ്റ് എ ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടാതെ അവിടുന്ന് ഈ നേവി ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും ഡൈവേഴ്സിനെ, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ കാർവാറിൽ നിന്ന് അവിടെ വന്നിട്ട് അവിടുന്ന് ക്യാമ്പ് ചെയ്തിട്ട് അവർ ഇന്നും ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നൈറ്റിൽ ആസ് സച്ച് ഡെയിലി വിസിബിലിറ്റി ഇല്ല, സോ നൈറ്റിൽ തീരെയും കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ ഇതൊരു ഭയങ്കര ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ഈ ഡൈവേഴ്സ് പോകുമ്പം നിങ്ങൾ കാണുന്ന ഒരു റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോട്ട് ഉണ്ട്. ആ ബോട്ടില് ഈ ഡൈവേഴ്സിന്റെ ലൈഫ് ലൈൻ ഉള്ളത്. അപ്പൊ ഈ ഡൈവേഴ്സ് താഴെ പോകുമ്പോൾ ആ ലൈഫ് ലൈന് എന്തെങ്കിലും മരത്തിലോ ഈ ഒഴുകി വന്നെങ്കിലും മരമോ അല്ലെങ്കിൽ ലോഗ്സിലോ എൻടാങ്കിൾ ചെയ്ത് അവരുടെയും ലൈഫ് ഇച്ചിരി ഡേഞ്ചർ ആൻഡ് ചാലഞ്ചിങ് ടാസ്കാണ്. ബട്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആ ഡൈവേഴ്സ് അവിടെ റെഡിയാ ചെയ്യാൻ വേണ്ടി. ബട്ട് വി ആർ അസസിങ് എങ്ങനെയെങ്കിലും കറണ്ട് ഒന്ന് കുറയുവാണെങ്കിൽ 100% they will dive. ഓക്കെ, താങ്ക് യു. കമാൻഡർ അതുൽ പിള്ളൈ, ഡിഫൻസ് PRO, നേവിയുടെ PRO ആണ് തത്സമയം റിപ്പോർട്ടറിനൊപ്പം ചേർന്നത്. താങ്ക് യു അതുൽ.